വെൽക്കം റഹ്മാനാണ് ബയോകെമിസ്ട്രി കാർബോഹൈഡ്രേറ്റ്സ് വീഡിയോ സീരീസിൽ ഈ വീഡിയോ നമ്മുടെ ഫസ്റ്റ് വീഡിയോ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിനെ ഒന്ന് ഡിഫൈൻ ചെയ്യും, ദെൻ വിൽ ക്ലാസിഫൈ കാർബോഹൈഡ്രേറ്റ്സ്, എക്സാമ്പിൾസ് പറയും, ദെൻ ഫങ്ഷൻസ് പറയും. സോ ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ ലോക്കലായിട്ട് ഷുഗേഴ്സ് എന്ന് വിളിക്കാം. ഷുഗർ ഉള്ള സബ്സ്റ്റൻസസ് ആണ് കാർബോഹൈഡ്രേറ്റ്. ശരീരത്തിന്റെ മെയിൻ എനർജി സോഴ്സ് ആണ്. സോ എനർജി സോഴ്സ് ആണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയും. സോ പണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത് ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ എന്നാണ്. ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ ആണ് കാർബോഹൈഡ്രേറ്റ് എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത്. പാസ്റ്റ് ടെൻസ് ആണ്. അതിന്റെ മോളിക്കുലർ ഫോർമുല CnH2n ആണ്, ദെൻ ON ഇതാണ്, അല്ലെങ്കിൽ CnH2ON എഴുതാം. സോ ഈ ഫോർമുല അനുസരിക്കുന്നതാണ് കാർബോഹൈഡ്രേറ്റ്. സോ കാർബൺ N ഉണ്ടെങ്കിൽ 2 ഹൈഡ്രജൻ 2 ഉണ്ട്, ഓക്സിജൻ 1 ഉണ്ടാകും. പക്ഷേ പല എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം ഡിഓക്സിറൈബോസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ DNA പ്രധാനപ്പെട്ട ഷുഗർ ആണ്. പക്ഷെ അത് ഈ ഫോർമുല അനുസരിക്കുന്നില്ല. പക്ഷെ ഒന്നാമതരം കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ദെൻ ലാക്റ്റിക് ആസിഡ് ഉണ്ട്, ലാക്റ്റിക് ആസിഡ്, ആസിറ്റിക് ആസിഡ്. സോ ഇവയെല്ലാം ഈ ഫോർമുല അനുസരിക്കും, പക്ഷെ അവ കാർബോഹൈഡ്രേറ്റ്സ് അല്ല. ഓക്കെ, സോ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ട് നമ്മളിവിടെ കെമിസ്ട്രി സ്ട്രക്ചർ അങ്ങനെയൊക്കെയുള്ള കാർബോഹൈഡ്രേറ്റിന്റെ കെമിസ്ട്രി സ്ട്രക്ചർ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് വേറെ വീഡിയോയിലായിരിക്കും പറയാം. മോണോസാക്കറൈഡ്സ് കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് പറയാം. ഇവിടെ നമ്മൾ ക്ലാസിഫിക്കേഷനും ഇത് മാത്രമാണ് പറയാം. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിനെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനിഷൻ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ദീസ് ആർ ഓർഗാനിക് സബ്സ്റ്റൻസസ് ആണ്. ഓർഗാനിക് സബ്സ്റ്റൻസസ് വിത്ത് എന്താണുള്ളത്? പോളിഹൈഡ്രോക്സി എന്ന് വെച്ചാൽ ധാരാളം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ള പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ആകാം, അല്ലെങ്കിൽ കീറ്റോൺ. സോ കീറ്റോൺ ആകാം, അല്ലെങ്കിൽ ആൽഡിഹൈഡ് ആകാം. സോ അങ്ങനെയുള്ള അവയിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ദീസ് ആർ കാർബോഹൈഡ്രേറ്റ്സ്. ഇനി ഏതെങ്കിലും സബ്സ്റ്റൻസ് നമ്മളിങ്ങനെ ഒന്ന് എടുത്തു, അതെടുത്തിട്ട് നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഹൈഡ്രോലൈസ് ചെയ്തപ്പോൾ ഈ സാധനങ്ങൾ നമുക്ക് കിട്ടിയ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ആ സാധനവും എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ്. സോ കാർബോഹൈഡ്രേറ്റ്സ് ആർ ഓർഗാനിക് സബ്സ്റ്റൻസസ് വിത്ത് പോളിഹൈഡ്രോക്സി, കീറ്റോൺ ഓർ ആൽഡിഹൈഡ് ഓർ കോമ്പൗണ്ട്സ് വിച്ച് ഈൽഡ് ദീസ് സബ്സ്റ്റൻസസ് ഡ്യൂ ഓൺ ഹൈഡ്രോളിസിസ്. സോ ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. ഇനി മിക്കവാറും ഇവയെല്ലാം തന്നെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. സോ ഓർഗാനിക് സബ്സ്റ്റൻസിന് മുമ്പ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ഓർഗാനിക് സബ്സ്റ്റൻസ് എന്ന് കൂടി ചേർത്താൽ കുറച്ചും കൂടി ഒരു ഗുമ്മായി. ഓക്കെ, ഒപ്റ്റിക്കലി ആക്റ്റീവ് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺസ് എന്ന് പറഞ്ഞാലോ. സോ നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് എനർജി ആണെന്ന് പറഞ്ഞു. നമ്മുടെ ഒരു 60-80% നമുക്ക് എനർജി കിട്ടുന്നത് ഇതിൽ നിന്നാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ മൊത്തം ഇതിന്റെ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2-3% ഓഫ് ടോട്ടൽ ബോഡി മാസ് ആണ് ഇത് കാണുക. നമ്മൾ എത്ര ഒരു ദിവസം കഴിക്കുന്നുണ്ട്? ഒരു 300-400 ഗ്രാം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ ഡെയിലി ഡിപ്പെൻസ് ഒരാൾക്കാർക്ക് അനുസരിച്ച് കഴിക്കുന്നുണ്ടാകും. ആൻഡ് 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് എടുത്ത് അത് മെറ്റബോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും എന്ന് വെച്ചാൽ 4 കിലോ കാലറീസ് ആയിരിക്കും നമുക്ക് എനർജി കിട്ടുക. പ്രോട്ടീനോ അപ്പം ഒന്ന് പറഞ്ഞു നോക്കാം. പ്രോട്ടീൻ ആയാലും 4 കിലോ കാലറീസ് ആണ്. പക്ഷെ ഫാറ്റിൽ നിന്ന് നമുക്ക് 9. സോ ഫാറ്റ് ആണ് കൂടുതൽ ശക്തി. ഫാറ്റിൽ നിന്ന് 9 കിലോ കാലറീസ് നമുക്ക് കിട്ടും. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ പറയാം. നമുക്ക് 4 ക്ലാസിഫിക്കേഷൻ. എത്ര ഷുഗർ ഉണ്ടെന്നാണ്. ഷുഗർ എത്ര എന്നുള്ളതാണ് നമ്മളുടെ അടിസ്ഥാനം. എത്ര ഷുഗർ മൊയിറ്റി ഉണ്ട്. സോ ഒരേ ഒരു ഷുഗർ മൊയിറ്റി മാത്രമുള്ളെങ്കിൽ അവ മോണോയാണ്. മോണോസാക്കറൈഡ്സ് ആണ്. മോണോസാക്കറൈഡ്സ്. 2 ഉണ്ടെങ്കിൽ ഡൈസാക്കറൈഡ് ആയി. സാക്കറൈഡ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? സാക്കറൈഡ് എന്ന് വെച്ചാൽ ഗ്രീക്ക് വാക്കാണ്. അതിന് അർത്ഥം ഷുഗർ എന്ന് തന്നെയാണ്. ആൻഡ് 3-10 ഉണ്ടെങ്കിൽ അത് 2 ആണ്. 3-10 ആണെങ്കിൽ നമ്മൾ അവയെ ഒലിഗോ എന്ന് വിളിക്കും. ഒലിഗോസാക്കറൈഡ്സ്. 10 മുകളിലാണെങ്കിലോ മോർ ദാൻ 10. 10 മുകളിലാണെങ്കിൽ നമ്മൾ അവയെ പോളിസാക്കറൈഡ്സ് എന്ന് വിളിക്കും. സോ ഷുഗർ എണ്ണം നോക്കി നമുക്ക് 4 ആക്കാം. സോ ഏറ്റവും സിംപ്ലസ്റ്റ് വൺ ഈസ് മോണോസാക്കറൈഡ് ആണ്. മോസ്റ്റ് കോംപ്ലക്സ് വൺ വിൽ ബി പോളിസാക്കറൈഡ്സ് ആയിരിക്കും. ആദ്യത്തേത് മോണോസാക്കറൈഡ്സ് ആണ്. ഒറ്റ ഒരു ഷുഗർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും സിമ്പിൾ ഇതാണ്. ഇനിയും ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. കനോട്ട് ഫർദർ ഹൈഡ്രോലൈസ്. സോ സിംഗിൾ യൂണിറ്റ് ഓഫ് ഷുഗർ മോളിക്യൂൾ ആണ്. ഏറ്റവും ചെറിയ ഷുഗർ നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുന്നത് G8-ൽ നിന്ന് ഇതാണ് മോണോസാക്കറൈഡ് ആയിട്ട്. അപ്പൊ ഡൈജഷൻ എന്ന് വെച്ചാൽ ഇതിനെയൊക്കെ ഈവൻ ആക്കുക എന്നുള്ളതാണ് ഈ ഡൈജഷൻ. സോ അപ്പൊ നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ ഇതിനെ തരംതിരിക്കുന്നത് എത്ര കാർബൺ ഉണ്ട്, ഹൗ മെനി കാർബൺ, അതിൽ എത്ര കാർബൺ ഉണ്ട് നോക്കിയിട്ടാണ്. അപ്പൊ ഏറ്റവും ചെറുത് 3 കാർബൺ ഉള്ളത് ട്രയോസസ് എന്ന് നമ്മൾ വിളിക്കും. ട്രയോസസ്. 4 കാർബൺ ഉണ്ടെങ്കിൽ ടെട്രാണ്. ടെട്രോസസ് എന്നാണ് വിളിക്കുക. 5 ആകുമ്പോഴത്തേക്കും സുഖമാണ് പെന്റോസസ്. 6 ആണെങ്കിൽ ഹെക്സോസസ്. ഈസി. 7 വരെ ഉണ്ട്. 7 ആണെങ്കിൽ നമ്മൾ ഹെപ്റ്റോസസ് എന്നാണ് വിളിക്കുക. സോ കാർബോഹൈഡ്രേറ്റ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇവയ്ക്ക് ആൽഡിഹൈഡ് ആകാം, കീറ്റോൺ ആകാം, അല്ലെ? പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ആണ്. സോ മോണോസാക്കറൈഡ്സിനും അപ്പോൾ നമുക്ക് എന്താകാം? ദിസ് ക്യാൻ ബി ആൽഡോസസ് ഇഫ് ദേ ആർ ആൽഡിഹൈഡ്, ക്യാൻ ബി കീറ്റോസസ് ഇഫ് ദേ ആർ കീറ്റോൺസ്. അപ്പോൾ സാക്കറൈഡ്സിൽ ഏറ്റവും കുഞ്ഞൻ ട്രയോസസ് ആണ്. ട്രയോസസിൽ അപ്പോൾ ആൽഡോസസ് വേണം, ദെൻ കീറ്റോസസ് എക്സാമ്പിൾ നമ്മൾ പറയണം. ആൽഡോസസ് നമുക്ക് എക്സാമ്പിൾ ഗ്ലിസർ
ഗ്ലിസറാൾഡിഹൈഡ് ആണ്. ആൽഡോസിസ് എന്ന് പറയുന്നത് ഇതിന്റെ ഡൈ ഹൈഡ്രോ ആസെറ്റോൺ എന്ന് പറയുന്നത് അതിന്റെ കീറ്റോണിക് വേർഷനാണ്. സോ ഇതാണ് ഏറ്റവും ചെറിയ കാർബോഹൈഡ്രേറ്റ്സ്. ഗ്ലൈക്കോളിസിസിൽ ഇവ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഗ്ലൈക്കോളിസിസ് പഠിക്കുമ്പോൾ നമ്മൾ പറയും. ദെൻ ഗ്ലിസറോളിന്റെ പ്രിക്കേഴ്സർ ആണ് ഈ ഗ്ലിസറാൾഡിഹൈഡ് എന്ന് പറയുന്നത്. ഗ്ലിസറാൾഡിഹൈഡ് ഉണ്ടെങ്കിൽ ഫോസ്ഫോലിപിഡ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ടെട്രോസിലെ എറിത്രോസ് ആണ്. എറിത്രോസ് ഈസ് ആൻ ആൽഡിഹൈഡ്. എറിത്രിലോസ് ആണ്. എറിത്രോലോസ് എന്ന് പറയുന്നതാണ് അതിന്റെ കീറ്റോസിസ്. എറിത്രോസിസ് നമ്മൾ HMB പാത്വേയിൽ നമ്മൾ ഇന്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ പഠിക്കും. ദെൻ പെന്റോസിൽ ഏറ്റവും ഫേമസ് റൈബോസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആൽഡോസ് ആണ്. റിബുലോസ് എന്ന് പറയുന്നത് ഒരു കീറ്റോൺ. റൈബോസ് എവിടെയാണ്? ന്യൂക്ലിക് ആസിഡ് RNA-യിലുണ്ട് അല്ലെ. കോ എൻസൈംസ് ഇമ്പോർട്ടന്റ് ആണ്. റിബുലോസ് നമ്മൾ HMB പാത്വേയിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് പഠിക്കും. ദെൻ പിന്നെ നമുക്ക് കേൾക്കാവുന്ന എക്സാമ്പിൾ സൈലുലോസ് ആണ്. സൈലുലോസ് നമ്മൾ പ്രോട്ടിയോഗ്ലൈക്കാനിലും ഗ്ലൈക്കോപ്രോട്ടീനിലൊക്കെ പഠിക്കുമ്പോൾ സൈലുലോസ് ഉണ്ട്. എൽ സൈലുലോസ് എല്ലും ഡി ഒക്കെ ഒപ്റ്റിക്കലി ആക്റ്റീവിനെ പറ്റിയാണ് നമ്മൾ പറയാം. യൂറോണിക് ആസിഡ് പാത്വേയിൽ നമ്മൾ പഠിക്കും. ഇന്റർമീഡിയറ്റ് ആണ്. എസെൻഷ്യൽ പ്രോട്ടീനൂറിയ എന്ന അസുഖത്തിൽ ഈ എൽ സൈലുലോസ് ഒരുപാട് പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഹെക്സോസസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇതാണ്. ഏറ്റവും ഫേമസ് ആൽഡിഹൈഡിൽ ഏറ്റവും വരുന്നത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ് നമ്മൾ ഈ ഗ്ലൂക്കോസ് എന്ന് പറയാ. വേറൊരു ഫേമസ് പേര് ഡെക്സ്ട്രോസ് എന്ന് പറയുന്നതാണ് ഈ സംഭവം. ആൻഡ് മോസ്റ്റ് കോമൺ ഇതാണ്. ആൻഡ് ഇതിന്റെ നമ്മളുടെ കീറ്റോണിക് വേർഷൻ ആണ് ഫ്രക്ടോസ് എന്ന് പറയുന്നത്. സോ ഫ്രക്ടോസ് കീറ്റോസിസ് വൈൽ ഗ്ലൂക്കോസ് ഈസ് ആൽഡോസിസ്. സോ ഫ്രക്ടോസസ് ഏറ്റവും മധുരമുള്ള സാധനമാണല്ലേ. തേനിലുള്ളതാണ്. സെമിനൽ ഫ്ലൂയിഡിലൊക്കെ ഈ സാധനം ഉണ്ട്. ദെൻ പിന്നെയും ഉണ്ട് ഇനി എക്സാമ്പിൾ ഡി ഗാലക്ടോസ് നമ്മൾ കാണുന്നത് ലിവറിൽ വെച്ച് ഇതിനെ ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റാം. പാലിലുണ്ട്. മിൽക്കിനകത്തുള്ള സാധനമാണ് അല്ലെ. സോ മാമറി ഗ്ലാൻഡിൽ ഇത് സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ഗ്ലൈക്കോലിപിഡ്സിൽ കാണാം. പ്രോട്ടിയോഗ്ലൈക്കാനിൽ കാണാം. ദെൻ വേറൊരെണ്ണം പറഞ്ഞാൽ ഡി മാനോസ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് സബ്സ്റ്റൻസിലായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗ്ലൈക്കോലിപിഡ്സിൽ ഗ്ലൈക്കോപ്രോട്ടീനിലൊക്കെ ഇത്. അപ്പൊ 7 കാർബൺ ഉള്ളത് ഗ്ലൂക്കോഹെപ്റ്റോസ് ആണ്. ഇതൊരു ആൽഡോസ് ആണ്. ആൻഡ് അതിന്റെ അപ്പൊ കീറ്റോണിക് വേർഷൻ ഈ സെഡോഹെപ്റ്റുലോസ് എന്ന് പറഞ്ഞാൽ അത് കീറ്റോൺ ആണ്. സോ ഇതെല്ലാം ആൽഡോസ് ആണ്. ഇതെല്ലാം കീറ്റോൺസ് ആണ്. ആൻഡ് എല്ലാം തന്നെ ഓൾ ദീസ് ആർ മോണോസാക്രൈഡ്സ് ആർ വാട്ടർ സോൾബിൾ ആണ്. ക്രിസ്റ്റലൈൻ ആണ്. ആൻഡ് ദീസ് ആർ സ്വീറ്റ് ആണ്. മധുരം ആണ് ഇവയുടെ ഏറ്റവും പ്രത്യേകത. ആൻഡ് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള സാധനങ്ങളാണ്. പിന്നെ രണ്ടാമത്തത് ഡൈസാക്രൈഡ്സ് ആണ്. ഡൈസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ 2 മോണോസാക്രൈഡ് എടുക്കുക. ഇതൊരു മോണോസാക്രൈഡ്, ഇതൊരു തമ്മിൽ കണക്ട് ചെയ്യുക. ഇത് ഗ്ലൂക്കോസ് ആണെന്നായിരിക്കുക. ഇത് ഗ്ലൂക്കോസ്, ഇത് ഫ്രക്ടോസ്, ഇത് കീറ്റോസും ആൽഡോസും ഏതായാലും കുഴപ്പമൊന്നുമില്ല. രണ്ടും തമ്മിൽ ചേർത്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഡൈസാക്രൈഡ്. സോ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഈ കണക്ഷനെ നമ്മൾ വിളിക്കുക ഗ്ലൈക്കോസിഡിക് ലിങ്കേജസ് എന്നാണ്. നമ്മൾ പലവരുണ്ട്. 1,4 ഗ്ലൈക്കോസിഡിക്, 1,6 ഗ്ലൈക്കോസിഡിക് ആണ് ഫേമസ്. ആൽഫ ഉണ്ട്, ബീറ്റ, ഇങ്ങനെയൊക്കെയുള്ള ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഒക്കെ ഉണ്ട്. സോ ഇങ്ങനെയുള്ള ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഉണ്ടാകുമ്പോഴത്തേക്കും ഒരു വാട്ടർ മാറും. ഒരു OH ഒരു സ്ഥലത്തും ഒരു H ഒരു സ്ഥലത്തും മാറുമ്പോഴാണ് നമുക്ക് ഈ സംഭവങ്ങൾ കിട്ടുക. ആൻഡ് ഈ ഡൈസാക്രൈഡ്സ് എല്ലാം വെള്ളത്തിൽ അലിയുന്നതാണ്. സ്വീറ്റ് ആണ്. ഗ്ലൈസിമിക് ഇൻഡെക്സ് ഇവയ്ക്കും അത്യാവശ്യം നല്ല കൂടുതലുള്ളതാണ്. ക്രിസ്റ്റലൈൻ. ആൻഡ് ഈ ഡൈസാക്രൈഡ്സ് 2 തരമുണ്ട്. ഡൈസാക്രൈഡ്സ് വി ക്യാൻ ഡിവൈഡ് ഇൻടു 2 and one is non-reducing disaccharide ഉണ്ട്. Then reducing sugars എന്ന് വിളിക്കും. So reducing sugars and non-reducing sugars. ഉദാഹരണം മാൾട്ടോസ് എന്ന് പറയാം. മാൾട്ടോസ് ഈസ് 2 ഗ്ലൂക്കോസ് ചേർന്നാണ്. ഇവിടെ ഒരു ഗ്ലൂക്കോസ് ആൽഫ ഡി ഗ്ലൂക്കോസ് ചേർന്നിട്ടുള്ള ഒരു ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് 1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മാൾട്ടോസ് കിട്ടും. ആൻഡ് വേറൊരു എക്സാമ്പിൾ ആണ് ലാക്ടോസ് കിട്ടുക. ഒരു ഗാലക്ടോസ് എടുക്കുക പ്ലസ് ഒരു ഗാലക്ടോസും ഗ്ലൂക്കോസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പാലിലുള്ള ഷുഗറാണ് ഈ ലാക്ടോസ് എന്ന് പറയും. ഇത് രണ്ടും റെഡ്യൂസിങ് ഷുഗറിന് എക്സാമ്പിൾ ആണെങ്കിൽ നോൺ റെഡ്യൂസിംഗിന്റെ ഏറ്റവും ഫേമസ് എക്സാമ്പിൾ പഞ്ചസാരയാണ്. സുക്രോസ്. ടേബിൾ ഷുഗർ ഇസ് എ നോൺ റെഡ്യൂസിംഗ് ഷുഗർ. ഇതിൽ ഒരു ഗ്ലൂക്കോസ് എടുക്കുക പ്ലസ് ഒരു ഫ്രക്ടോസ് എടുക്കുക. സോ ഈ പഠിപ്പിക്കുന്ന രീതികളിലൊക്കെ ഉള്ള വ്യത്യാസമാണ്. സോ ദിസ് എ നോൺ റെഡ്യൂസിംഗ് ഷുഗർ ആയിട്ടുള്ള സുക്രോസ്. സോ ലൈക്ക് ഡൈസാക്രൈഡ്സ് ക്യാൻ ബി നോൺ റെഡ്യൂസിംഗ് ലൈക്ക് സുക്രോസ് ആൻഡ് റെഡ്യൂസിംഗ് ഷുഗേഴ്സ് എക്സാമ്പിൾ മാൾട്ടോസ്, ലാക്ടോസ്. ഇനി 3 to 10 ഷുഗർ വരെ ഇങ്ങനെ ഷുഗർ 2, 3, 4, 5, 6, 7, 8, 9, 10 വരെ പരമാവധി. സോ ഇങ്ങനെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഒലിഗോസാക്കറൈഡ്സ് ആണ്. സോ ഷോർട്ട് ചെയിൻസ് ഓഫ് 3 to 10 മോണോസാക്കറൈഡ്സ് ലിങ്ക്ഡ് ടുഗദർ ബൈ ആൽഫ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്ലൂക്കോസിഡിക് ലിങ്കേജ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഒലിഗോസാക്കറൈഡ്സ് ആണ്. കാരണം റാംനോസ് ഇസ് ആൻ എക്സാമ്പിൾ. റഫിനോസ് ഇസ് എ ഫേമസ് എക്സാമ്പിൾ. റഫിനോസ് ബീൻസിൽ, കാബേജിലൊക്കെ ഉള്ളതാണ്. ഇതിലൊരു ഗ്ലൂക്കോസ് ഉണ്ട്, ദെൻ ഒരു ഗാലക്ടോസ് ഉണ്ട്, ദെൻ ഒരു ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, ഫ്രക്ടോസ് 3 എണ്ണം. ദെൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്കിയോസിനകത്ത് എന്താ ഉള്ളത്? സ്റ്റാക്കിയോസിനകത്ത് 2 ഗാലക്ടോസ് ഉണ്ട്. 2 ഗാലക്ടോസ് 2 എണ്ണം പ്ലസ് ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് തന്നെയാണ്. ദെൻ വെർബാ
വെർബാസ്കോസ് ഉണ്ട്. വെർബാസ്കോസ് ഈസ് അനദർ എക്സാമ്പിൾ. ഇവിടെ 3 ഗാലക്ടോസ് ഉണ്ട്. 3 ഗാലക്ടോസിന്റെ കൂടെ ഒരു ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സംഭവം വെർബാസ്കോസ്. പക്ഷേ ഇത് മിക്കവാറും ഫ്രീ ആയിട്ടായിരിക്കില്ല, ഫ്രീ എൻറ്റൈറ്റീസ് ആയിട്ട് കിട്ടില്ല. മിക്കവാറും കോൺജുഗേറ്റ്സ് ആയിരിക്കും. ദീസ് ആർ കോൺജുഗേറ്റ്സ് വിത്ത് അതർ സബ്സ്റ്റൻസസ് ലൈക്ക് പ്രോട്ടീനൊപ്പം ആയിരിക്കാം, ഓർ ഗ്ലൈക്കോലിപിഡ്സ്, അങ്ങനെയൊക്കെയുള്ള കോൺജുഗേറ്റ്സ് ആയിട്ടായിരിക്കും ഈ 3 to 10 ഷുഗേഴ്സ് ഉള്ള ഒലിഗോസാക്കറൈഡ്സ് കാണുക. അപ്പൊ ഇനി ലാസ്റ്റ് ഗ്രൂപ്പ് നമുക്ക് പറയേണ്ടത് പോളിയാണ്. പോളിസാക്കറൈഡ്സ് ആണ് ലാസ്റ്റ് ഗ്രൂപ്പ്. സോ ഇതൊരു കോംപ്ലക്സ് ആയിരിക്കും, നമുക്ക് ഏകദേശം അറിയാം. ദീസ് ആർ ലോങ് ചെയിൻ ആണ്. ലോങ് ചെയിൻ എന്ന് പറയുമ്പോൾ 10+ അധികം മോണോസാക്കറൈഡ് ചേർന്നാണ്. ആൻഡ് ദീസ് ആർ വാട്ടർ ഇൻസോലിബിൾ ആണ്. വാട്ടർ ഇൻസോലിബിൾ എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ ഏതാണ്? സ്റ്റാർച്ച് നമ്മൾ പറയും അത് വാട്ടർ സോലിബിൾ ആണ്, ബാക്കിയെല്ലാം വാട്ടർ ഇൻസോലിബിൾ ആണ്. സോ മിക്കവാറും ദീസ് ക്യാൻ ബി എനർജീസ് റിസർവ് ആയിട്ടോ അല്ലെങ്കിൽ സ്ട്രക്ചറൽ കമ്പോണൻസ് ഓഫ് സെൽ ഒക്കെ ആയിട്ടായിരിക്കും ഇവ പ്രവർത്തിക്കും. ആൻഡ് ഇവ തന്നെ 2 തരമുണ്ട്. വൺ ഈസ് ഹോമോ പോളിസാക്കറൈഡ്സ് ആണ്. ഹോമോ പോളിസാക്കറൈഡ്സ്. അപ്പൊ രണ്ടാമത്തെ പിന്നെ പറയണ്ട, ഹെറ്ററോ ആയിരിക്കും. ഹെറ്ററോ പോളിസാക്കറൈഡ്സ്. സോ ഹോമോ പോളിസാക്കറൈഡ്സ്, ഹെറ്ററോ. സോ ഹോമോ പോളിസാക്കറൈഡ്സിൽ ഇവിടെ ഷുഗർ എല്ലാം ഒരേ തരമായിരിക്കും എന്നുണ്ട്. ഇവിടെ ഒരു ഷുഗർ ഇതാണെങ്കിൽ മറ്റൊരു ഷുഗർ വേറെ കളറിൽ വരയ്ക്കണം, ഇതാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും. അതാണ് ഒരു വ്യത്യാസം. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം സ്റ്റാർച്ച് ആണ്. ഹോമോ പോളിസാക്കറൈഡ്സ് ഈ സ്റ്റാർച്ച് നമ്മുടെ ചെടികളിൽ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുന്ന ആ സംഭവമാണ് സ്റ്റാർച്ച്. അരി, ഗോതമ്പ്, കിഴങ്ങ് ഒക്കെ ഉണ്ട്. പലതരം ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഒക്കെ ഉള്ളതാണ്. ദെൻ മൃഗങ്ങളിൽ പക്ഷേ സ്റ്റാർച്ച് ആയിട്ടല്ല സ്റ്റോർ ചെയ്യുക, അവയിൽ സ്റ്റോർ ചെയ്യുക ഗ്ലൈക്കോജൻ. സോ സെക്കൻഡ് എക്സാമ്പിൾ ഇസ് ഗ്ലൈക്കോജൻ ആണ്. ലിവർ, മസിൽ, അവിടെയൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഗ്ലൈക്കോജൻ ആണെന്ന് നമുക്കറിയാം. വേറൊരെണ്ണം നമ്മൾ കേട്ടിട്ടുള്ളത് സെല്ലുലോസ് ആണ്. സെല്ലുലോസ് എന്ന് പറയുന്നത് ഡയറ്ററി ഫൈബർ ആണ്. ചെടികളിലെ സെൽ വാളിലൊക്കെ ഇതിനകത്തുള്ളതാണ്. പ്ലാന്റ് സെൽ വാൾ. മനുഷ്യരിൽ ദഹിക്കോ ഇല്ല, മനുഷ്യരിൽ ദഹിപ്പിക്കാനുള്ള എൻസൈം ഇല്ല. ഇനി ഒരെണ്ണം ഡെക്സ്ട്രിൻ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഡെക്സ്ട്രിൻ സ്റ്റാർച്ചിന്റെ ഒരു പാർഷ്യലി ഡൈജസ്റ്റഡ് ഫോം ആണ്. ഡെക്സ്ട്രാൻ നമുക്ക് പഠിക്കാനുണ്ട് പിന്നീട്. ഡെക്സ്ട്രാൻ ഈസ് പ്ലാസ്മ എക്സ്പാൻഡർ ആയിട്ട് നമ്മൾ പഠിക്കും. പിന്നെ ചൈറ്റിൻ എന്ന് പറയുന്നത് ഇപ്പൊ പ്രാണികളുടെ ഇൻസെക്ട്സിന്റെ ഒക്കെ തൊണ്ടായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ അതിനെ എക്സോസ്കെലിട്ടൺ ചെമ്മീനിന്റെ ഒക്കെ എക്സോസ്കെലിട്ടൺ ഈസ് ചൈറ്റിൻ ആണ്. ദെൻ പിന്നെ ഒരെണ്ണം ഇനുലിൻ ആണ്. ഇനുലിൻ നമ്മൾ ഫ്രക്ടോസിന്റെ ഒരു പോളിമർ ആണ്, ഫ്രക്ടോസ് പോളിമർ. അപ്പൊ ഇനി നമുക്ക് ഹെറ്ററോ പോളിസാക്കറൈഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഷുഗർ യൂണിറ്റ് ഡിഫറെന്റ് ആണ് നമ്മൾ പറഞ്ഞു. ഉദാഹരണം അഗർ ഉണ്ട്, അഗറോസ് ഉണ്ട്, ഗംസ് ഉണ്ട്, പെക്റ്റിൻ ഒക്കെ ഇതൊക്കെയാണ്. ദെൻ ഇവയിൽ ചിലത് മ്യൂക്കസ് പോലെ ഇരിക്കും. മ്യൂക്കസി നേച്ചർ ആണ്. ഒരു ഷോക്ക് അബ്സോർബന്റ്, നെഗറ്റീവ് ചില്ലി ചാർജ് ഉള്ളത് ഷോക്ക് അബ്സോർബന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഉദാഹരണം ഹയാലുറോണിക് ആസിഡ്, ഹെപ്പരാൻ സൾഫേറ്റ് ഉണ്ട്. ദെൻ നമ്മൾ കേട്ടുള്ള ഹെപ്പാരിൻ സൾഫേറ്റ് ഉണ്ട്. ദെൻ കോൺട്രോയിറ്റിൻ ഉണ്ട്, കോൺട്രോയിറ്റിൻ സൾഫേറ്റ് ഉണ്ട്. ദെൻ ഡെർമറ്റാൻ ഉണ്ട്, ഡെർമറ്റാൻ, കെരാറ്റാൻ. സോ ഇവയുടെയൊക്കെ പ്രത്യേകത ഇവയെല്ലാം മ്യൂക്കോപോളിസാക്കറൈഡ്സ് ആണ്. മ്യൂക്കോപോളിസാക്കറൈഡ് എന്നാണ് പഴയ പേര്. ഇപ്പൊ നമ്മൾ ഇവയെ വിളിക്കുക ഗാഗ് എന്ന്. ഗ്ലൈക്കോസമിനോ ഗ്ലൈക്കാൻസ് ഓർ ഗാഗ്സ് എന്നാണ് നമ്മൾ ഇവയെ ചേർത്ത് വിളിക്കുക. ഇനി കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ചേർന്ന ഗ്ലൈക്കോപ്രോട്ടീൻ, ദെൻ പ്രോട്ടിയോഗ്ലൈക്കാൻ, ദെൻ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ചേർന്ന ഗ്ലൈക്കോലിപിഡ്സ് ഉണ്ട്. ദെൻ ഒരെണ്ണം കൂടി ഉണ്ട്, വേറെണ്ണം പറയാനുള്ളത് പോളിഓൾസ് മീൻസ് ഇപ്പൊ കാർബൺ ഇങ്ങനെ ഉണ്ടെന്ന് 1 2 3 എല്ലാത്തിലും OH ഉണ്ട്, ഇവിടെ വെച്ച് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനാണ് നമ്മൾ പോളിയോൾസ് എന്ന് വിളിക്കുക. ഉദാഹരണം സോർബിറ്റോൾ. വേറെണ്ണം നമുക്ക് പറയാവുന്നത് സൈലിറ്റോൾ, പിന്നെ ഒരെണ്ണം മാനിറ്റോൾ നമുക്ക് പറയാം. ഇതെല്ലാം പോളിയോൾസ് ആണ്. അപ്പൊ നമുക്കിനി ഫംഗ്ഷൻസ്, ഈ ഹെഡിങ് ആണ് ഫംഗ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. നമ്മൾ ഓൾറെഡി ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നമുക്കൊന്ന് കളക്റ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മോസ്റ്റ് അബണ്ടന്റ് സോഴ്സ് ഓഫ് എനർജി. നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ഗ്ലൂക്കോസ് അല്ല, ഏറ്റവും വെരി ഇമ്പോർട്ടന്റ് ഗ്ലൂക്കോസ് മാത്രം കിട്ടേണ്ട കുറെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് RBCക്ക് ഗ്ലൂക്കോസ് തന്നെ, ബ്രെയിനിന് ഗ്ലൂക്കോസ് തന്നെ വേണം, റീനൽ മെഡുല്ലയ്ക്ക് ഗ്ലൂക്കോസ് വേണം, റെറ്റിനയ്ക്ക് ഗ്ലൂക്കോസ് വേണം, ടെസ്റ്റിസ്, ഇവക്കൊക്കെ ഗ്ലൂക്കോസ് മാത്രമേ പറ്റൂ. സോഴ്സ് ഓഫ് എനർജി, മോസ്റ്റ് ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് എനർജി. ദെൻ ശിശുക്കളിലെ പാലിലുള്ള ലാക്ടോസ് ആണല്ലോ, അവരുടെ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ലാക്ടോസ് ആണ്. ദെൻ രണ്ടാമത്തത് സ്റ്റോർ ആണ്, എനർജി സ്റ്റോർ ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റിന്റെ ഫോമിലാണ്. നമ്മളൊന്ന് പറഞ്ഞത് സ്റ്റാർച്ച് ആണ്, രണ്ടാമത്തെ പറഞ്ഞത് ഗ്ലൈക്കോജൻ. മൂന്നാമത്തത് നോൺ ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ, നോൺ ഡൈജസ്റ്റബിൾ കാർബോസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പൊ സെല്ലുലോ, അഗാർ, പ്രോട്ടീൻ, പെക്റ്റിൻ, ഇവയൊക്കെ ഡയറ്ററി ഫൈബേഴ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. സോ ഇവ ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും, കൊളസ്ട്രോളിന്റെ അബ്സോർപ്ഷൻ ഒക്കെ കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്, ഫീക്കൽ മാറ്ററിന്റെ സൈസ് വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നാലാമത്തെ ഫംഗ്ഷൻ സെൽ മെംബ്രെയിനകത്ത്, നമ്മുടെ സെൽ മെംബ്രെയിനിലായിട്ടുള്ള പല ഇൻക്ലൂഷൻ സബ്സ്റ്റൻസ്, ഇപ്പോൾ ഉദാഹരണം ഗ്ലൈക്കോപ്രോട്ടീൻ, ഗ്ലൈക്കോലിപിഡ്സ് ഒക്കെ ആയിട്ട് ഈ സംഭവങ്ങൾ കാർബോഹൈഡ്രേറ്റ് ധാരാളമുണ്ട്.
ദെൻ DNA ഉണ്ട്, നമുക്കറിയാം DNA ഏതാണുള്ളത്, റൈബോസ് ഉണ്ട്, അതിന്റെ തന്നെ ഡിയോക്സി റൈബോസ്. സോ ഇവയെല്ലാം തന്നെ RNA DNA അതിലേക്ക് അത്യാവശ്യം വേണ്ട സ്ട്രക്ചറൽ എലമെന്റ്സ് ആണ്, സപ്പോർട്ട് ഓഫ് DNA ആൻഡ് RNA. ദെൻ ആറാമത്തെ എക്സാമ്പിൾ നമുക്ക് സെൽ വാൾ ഓഫ് പ്ലാന്റിന്റെ സെൽ വാളിനകത്ത് നമുക്ക് ഈ സാധനം ഉണ്ട്, സെല്ലുലോസ് ഉണ്ട്. ബാക്ടീരിയയുടെ സെൽ വാളിൽ നമ്മൾ പഠിച്ചത് N-അസറ്റൈൽ ഗ്ലൂക്കോസമിൻ, N-അസറ്റൈൽ മ്യൂറാമിക് ആസിഡ്. സോ ഇതെല്ലാം ഇതിന്റെ ഡെറിവേറ്റീവ്സ് ആണ്. കൈറ്റിൻ ഇൻസെക്ട്സിന്റെ എക്സോസ്കെലിറ്റണിൽ നമ്മൾ കൈറ്റിൻ. ദെൻ മ്യൂക്കോപോളിസാക്കറൈഡ്സ് നമ്മൾ പലതും പറഞ്ഞു. ഗാഗ് ഇമ്പോർട്ടന്റ് ഇൻ ലൂബ്രിക്കേഷൻ. സോ ലൂബ്രിക്കേഷൻ അല്ലെങ്കിൽ സെൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഇമ്മ്യൂണിറ്റിയിൽ ഇമ്പോർട്ടന്റ് ആണ്. അതിന് ഹയാലുറോണിക് ആസിഡ് എന്ന് പറയുന്നത് സൈനോവിയൽ ഫ്ലൂയിഡിനകത്തുണ്ട്. വിട്രിയസ് ഹ്യൂമർ ഓഫ് കണ്ണിനകത്ത് അതുണ്ട്. ദെൻ കോൺട്രോയിറ്റിനുള്ളത് ടെൻഡനിലുണ്ട്, കാർട്ടിലേജിലുണ്ട്, അവിടെയൊക്കെ ഉണ്ട്. കെരാറ്റാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ണായിരിക്കും ഓർക്കുക, കോർണിയൽ കെരാറ്റിൻ ഉണ്ട്. ഡെർമറ്റാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്കിൻ ഓർക്കാം, ഡെർമറ്റാൻ. അപ്പൊ ഹേർട്ട് സ്കിന്നിനകത്തുണ്ട്, ഹേർട്ട് വാൽവിലുണ്ട്. ദെൻ ബ്ലഡ് വെസൽസിലൊക്കെ ഈ സംഭവങ്ങൾ. ദെൻ അടുത്ത ഫംഗ്ഷൻ നമുക്ക് പറയാനുള്ളത് എത്രാമത്തെ ആണെങ്കിലും അടുത്ത ഫംഗ്ഷൻ ഡീടോക്സിഫിക്കേഷൻ ഫംഗ്ഷൻ ഉണ്ട്. ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് നമ്മൾ ഗ്ലൂക്രോണിക് ആസിഡ് ആയിട്ട് നമ്മൾ ഇൻ മെറ്റബോളിസം phase 2 മെറ്റബോളിസം അല്ലെ. ഇപ്പൊ ഉദാഹരണത്തിന് മോർഫിൻ ഗ്ലൂക്രോണൈഡ് ആയിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ശരീരത്തിനകത്തുള്ള ബിലിറൂബിനെ നമുക്ക് ബിലിറൂബിൻ ഗ്ലൂക്രോണൈഡേഷൻ വഴി പുറത്ത് കളയാൻ പറ്റും. സോ എക്സ്ക്രീഷൻ നടത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഡെക്സ്ട്രാൻ നമ്മൾ പഠിച്ചത് പ്ലാസ്മ എക്സ്പാൻഡർ ആണ്, വോളിയം എക്സ്പാൻഡർ ആണ്. ഇനുലിൻ നമ്മൾ ചെയ്യുന്നത് GFR മെഷർ ചെയ്യാനാണ്. ഇത് കാരണം ബിക്കോസ് ഇത് കിഡ്നിയിൽ നിന്ന് ഒട്ടും റീഅബ്സോർപ്ഷനും ഇല്ല, സെക്രീഷനും ഇല്ല. എത്രയാണ് GFR എന്നപ്പോൾ കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ദീസ് ആർ സം ഓഫ് ദ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. എല്ലാം ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിന്റെ കെമിസ്ട്രി സീരീസിൽ അങ്ങ് തുടരാം. ദെൻ മെറ്റബോളിസം നമുക്ക് മറ്റൊരു സീരീസിൽ മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സും. So that's all in this video. Thank you for watching.